ഡിഫൻസ് സെക്ടറുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇന്ത്യൻ ഡിഫൻസിന് ഭയങ്കരമായിട്ടുള്ള മൂർച്ചയുണ്ട്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള, തേജസ് ഉൾപ്പെടെയുള്ള എല്ലാ ഡിഫൻസ് ആയുധങ്ങൾക്കും ഗ്ലോബലി ഡിമാൻഡ് വരുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിന് വലിയ പോസിറ്റീവാണ്. ഇപ്പോൾ ബ്രഹ്മോസിൻ്റെ ഇത് ലൈറ്റ് വെയ്റ്റ് ബ്രഹ്മോസ് മിസൈൽസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് വരുന്നുണ്ട്. ചെറിയ ഫ്ലൈറ്റുകളിൽ നിന്ന് പോലും Mark 4, Mark 5 സ്പീഡിൽ വിക്ഷേപിക്കാൻ പറ്റുന്ന ഹ്രസ്വദൂര ക്രൂസ് മിസൈലുകളാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞു വളരെ താഴ്ന്നു പറന്ന് ഏത് റഡാറിനെ പോലും കണ്ണു വെട്ടിച്ച് കൃത്യം എയിമിൽ പ്രിസിഷനോട് കൂടി അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബ്രഹ്മോസിനെ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ബ്രഹ്മോസ് ചോദിച്ച് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാണ് ബ്രഹ്മോസ് വിറ്റാൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത്. അപ്പോൾ ബ്രഹ്മോസ് HAL ഉൾപ്പെടെയുള്ള പല കമ്പനികളും ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനികളാണ്. ഇതിൻ്റെ പോസിറ്റിവിറ്റി നമ്മുടെ ഡിഫൻസ് സെക്ടറുകളിൽ നമുക്ക് കാണാൻ പറ്റേണ്ടതാണ്. അടുത്ത വർഷങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ ഡിഫൻസ് കാര്യങ്ങൾ കയറ്റി അയക്കാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്.